ഉമ്മൻചാണ്ടിയുടെ പടത്തിന് പകരം രാഹുൽ ഗാന്ധിയുടെ പടമായിരുന്നെങ്കിൽ അത് വലിച്ചു കീറത്തില്ലേ? അപ്പോൾ ചോദിക്കാനും പറയാനും ഈ പാർട്ടിയിൽ ആരും ഇല്ലെന്നാണോ അവർ ധരിച്ചു വെച്ചേക്കുന്നത്? ഇത് തീക്കൊള്ളി കൊണ്ട് തലച്ചൊറിയലാണ്. ഇന്നലെ കെ സി വേണുഗോപാൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. ഞാൻ അയാളുടെ ഒരു ഔദാര്യവും പറ്റിയിട്ടില്ല, ഒരു ഔദാര്യം ഒട്ട് പ്രതീക്ഷിക്കുന്നുമില്ല. എനിക്കൊരു ചുക്കും അയാൾ ചെയ്തു തന്നിട്ടില്ല. പക്ഷേ അയാൾ കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി അല്ലേ? അയാളെ നമുക്ക് എഴുതി തള്ളാൻ പറ്റുമോ? വി ഡി സതീശനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കോ അനുകൂലമായി ജാഥ നടത്താൻ അവകാശത്തെ ഒന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ പിണറായി വിജയൻ്റെ ഫ്ലെക്സ് അല്ല നിങ്ങൾ വലിച്ചു കീറിയത്. നിങ്ങൾ വലിച്ചു കീറിയ ഗോവിന്ദൻ മാസ്റ്റർ ഫ്ലെക്സ് അല്ല. കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതല വഹിക്കുന്ന കേരളത്തിൽ നിരവധി വർഷക്കാലമായി ഫീൽഡുള്ള ഒരു നേതാവിൻ്റെ ഫ്ലെക്സ് ബോർഡ് വലിച്ചു കീറുന്നു. അതിനകത്ത് ഉമ്മൻചാണ്ടിയും ചവിട്ടി കൂട്ടി ചുരുട്ടി എടുത്ത് ദൂരെ കളഞ്ഞു. ആ പ്രവൃത്തി ആരാണോ ചെയ്തത് അവന്മാരെ കോൺഗ്രസ്സായി കാണാൻ പറ്റില്ല. കെ സി വേണുഗോപാലിൻ്റെ ഔദാര്യം പറ്റിയ എത്രയോ ആളുകളുണ്ട്. ഏതെങ്കിലും ഒരുത്തരം ഒരു അക്ഷരം മിണ്ടിയോ ഇതുവരെ? സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുടെ ഫ്ലെക്സ് വലിച്ചു കീറിയിട്ട് അദ്ദേഹത്തിൻ്റെ ഔദാര്യത്തിൽ ഇന്ന് പാർട്ടിയുടെ ഉന്നതങ്ങളിൽ പ്രവർത്തിക്കുന്ന എത്ര പേരുണ്ട്? ആരെങ്കിലും ഒരുത്തൻ കമാന്ന് മിണ്ടിയോ? എല്ലാവരും ഡൽഹിയിൽ പോയിരിക്കുന്നത് മന്ത്രിസ്ഥാനം ഒപ്പിച്ചെടുക്കാനാണ്, നല്ല നല്ല വകുപ്പുകൾ തട്ടിയെടുക്കാനാണ്. KPCC പ്രസിഡന്റ് മന്ത്രിയാകുമെന്ന് കണ്ടപ്പോൾ തന്നെ ആ കസേര ഒഴിഞ്ഞില്ല. അതിനു മുമ്പ് ആ കസേര പിടിക്കാൻ ആൾ പോയിരിക്കുകയാണ്. പേരും പറഞ്ഞ് ജാതിപ്പേരും പറഞ്ഞ് പോയിരിക്കുകയാണ്. ഇവരാരെങ്കിലും ഒരാൾ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുടെ ഫ്ലെക്സ് വലിച്ചു കീറി, ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് വലിച്ചു കീറിയിട്ട് ഒരക്ഷരം ഉരിയാടിയിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഭയമാണ്, സോഷ്യൽ മീഡിയ ഭയമാണ്. നാളെ എന്തെങ്കിലും പ്രതികരിച്ചാൽ പൊങ്കാല ഇടുമോ എന്നുള്ള ഭയമാണ്. അപ്പോൾ ആ പൊങ്കാലയെ ഭയപ്പെടാത്ത ഒരാളാണ് ഞാൻ.